ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അവധി ദിവസത്തെ റുട്ടീൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നാണ് ഷെയർ ചെയ്യുന്നത്. സമയം ഇപ്പോൾ 7 മണിയായി. അപ്പോൾ ഞാൻ രാവിലെ ഈ ഒരു ടൈം ആകുമ്പോഴാണ് അവധി ദിവസമൊക്കെ എഴുന്നേറ്റ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് റെഡിയായി അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ പണികളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം. സൺഡേസിൽ ഞങ്ങൾ പള്ളിയിൽ പോകും രാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്തായാലും നേരത്തെ എഴുന്നേൽക്കാണ്ട് പറ്റില്ല. ആകെ കിട്ടുന്നത് ഈ സാറ്റർഡേ ആണ്. ആ ദിവസം ഉറക്കം വന്നാൽ കുറച്ച് നേരം ഒന്നും ഉറങ്ങും, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ 7 മണിയാകുമ്പോഴേക്കും എണീറ്റ് പോരും കേട്ടോ. ചില ദിവസം നമ്മൾ എത്ര ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച് തലേദിവസം കിടക്കും. പക്ഷേ രാവിലെ ആകുമ്പോൾ നമ്മൾ പതിവ് പോലെ എണീക്കുന്ന സമയത്ത് എണീക്കും. എനിക്ക് പണ്ട് മുതലേ രാവിലെ ഉറങ്ങാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പിന്നീട് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയോട് കൂടി പിന്നെ നേരത്തെ എഴുന്നേൽക്കാണ്ട് പറ്റാണ്ടായി. പിന്നെ ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങി. എന്നാലും ഇടയ്ക്കൊന്നും ഇങ്ങനെ രാവിലെ ഉറങ്ങുമ്പോൾ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചാലും തനിയെ എണീക്കും. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് പോരും. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ വാഷ് ചെയ്തെല്ലാം തന്നെ എടുത്തു വെച്ചു. ആ ട്രേ ഒക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടു. അതിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് ഗ്രീൻ പീസ് കറിയും ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗോതമ്പ് ദോശയുടെ മാവ് കലക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായി വരുന്ന നേരം കൊണ്ട് എനിക്ക് പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വരാം. പിന്നെ അന്നത്തെ ദിവസത്തെ വല്ല പ്ലാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിച്ച് വന്നിട്ട് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കെന്ന് വെച്ചാൽ പിന്നെയും നമ്മുടെ ടൈം പോവുകയാണ്. നമ്മൾ ചെറിയൊരു ടൈമിങ്ങിൻ്റെ ഒരു പ്ലാനിങ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ചില നേരത്തെ മടി വരുമ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ തോന്നില്ല. വന്ന പാടെ ചായയും കുടിച്ച് സിറ്റ് ഔട്ടിൽ അവിടെ അങ്ങനെ ഇരിക്കാനേ തോന്നുള്ളൂ, അടുക്കളയിൽ കയറാൻ തോന്നില്ല. അതെനിക്കും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനിതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേഗം പോയിരിക്കും. അപ്പോൾ നമുക്കൊരു സമാധാനമല്ല, അവിടെ എന്തെങ്കിലും ഒരു പണി അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മളവിടെ പോയിരുന്നാലും. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസും ഇതൊക്കെ വേവുന്ന നേരം കൊണ്ട് ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ പോയിട്ട് അതൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്ലാനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിക്കാതിരുന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു പെൻഡിങ് ആയിട്ട് വലിയൊരു ജോലി ഉണ്ടായിരുന്നു. നമ്മുടെ ഒക്ടോബർ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ തയ്യാറാക്കാനായിട്ട്. അത് ഞാൻ വരച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, മോൾക്ക് പനിയും എനിക്ക് ഇത്തിരി നിരീക്ഷയൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വരക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചെയ്തു. കാരണം അവിടെ ഗ്രീൻ പീസൊക്കെ വെന്ത് കറക്റ്റ് ആവണ നേരം കൊണ്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് പിന്നെ വന്നത്. സമയം ഇപ്പോൾ 7:45 കേട്ടോ. ഞാൻ ഈ സമയങ്ങൾ എഴുതി കാണിക്കുന്നതിൻ്റെ കാര്യം, ഞാൻ സമയം അങ്ങനെ കറക്റ്റ് ഭയങ്കര നോക്കിയിട്ട് ഒരു മിനിറ്റ് നോക്കിയിട്ടല്ല അടുക്കളയിലേക്ക് വരണത്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാണ് ഏകദേശം ഇത്ര ടൈമാണെന്ന്. ഇത് ഏകദേശം ഒരു ടൈമാണ് കേട്ടോ. ചിലപ്പോൾ ചില സമയത്ത് നേരത്തെ വരാം, ചിലപ്പോൾ നേരം വൈകിട്ട് വരാം. അത് ഓരോ സാഹചര്യം പോലെ ഇരിക്കും. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടാനാണ് ഞാനിതിങ്ങനെ ടൈം അടക്കം കാണിക്കുന്നത്. അപ്പം നമ്മൾ ദോശ അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ചുട്ടുന്ന സമയത്ത് നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് സാധാരണ ദോശയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നെയ്യും കൂടി മുകളിൽ തടവി കൊടുത്താൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടും. നെയ്യ് അപ്ലൈ ചെയ്തിട്ടൊന്ന് മറിച്ചിടണം, അപ്പോഴാണ് ആ ക്രിസ്പിനെസ് കിട്ടുക. തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഗ്രേവി ആയിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് ചാറോട് കൂടിയാണ് നമ്മൾ എല്ലാ കറികളും രാവിലത്തേക്ക് ഇങ്ങനെ പലഹാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ തിക്നെസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്രേവിക്ക് കിട്ടാനായിട്ട് ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചേർത്ത് കലക്കിയിട്ട് അത് ഗ്രീൻ പീസ് കറിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരിപ്പൊടിയുടെ ടേസ്റ്റ് പോകണം. അപ്പോൾ തിളച്ച് കിട്ടിയാൽ ഒരു കുറച്ച് തിക്നെസ് ഉള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ ഞാൻ കടലമാവ് അതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർത്തിട്ട് ഇങ്ങനെ തിക്നെസ് കൂട്ടിയെടുക്കാറുണ്ട്. കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടല നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് കുറച്ച് കടല നമ്മൾ കറിയിൽ കുറച്ച് കടല എടുത്തിട്ട് ഇങ്ങനെ അരച്ചിട്ട് ചേർത്താൽ കടലക്കറിക്കും തിക്നെസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കറിയുടെ തിക്നെസ് നമുക്ക് കൂട്ടാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആദ്യമൊക്കെ ഞാൻ കോൺഫ്ലവർ ചേർത്തിട്ട് കറിയുടെ തിക്നെസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കറിയുടെ ടേസ്റ്റ് ഫുള്ളായിട്ടും പോകും. അപ്പോൾ ഈ 2-3 ടെക്നിക്സാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് പച്ചക്കറികൾ അരിയിലും കറി വെക്കലും അതിനേലൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നാറുള്ളത് ഈ പാത്രം കഴുകി ഇത് മുഴുവൻ വൃത്തിയാക്കി ഇവിടുന്ന് പോകാമെന്നുള്ളതാണ് ഏറ്റവും ടൈം എടുക്കുന്ന ഒരു ജോലിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പുകൾ കാലിയായതോടുകൂടി എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അടുപ്പത്ത് വെച്ചാൽ അതവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ വർക്കിംഗ് ആയിക്കോളും. അതിനാണ് അങ്ങനെയൊക്കെ ഓരോ പണികൾ അവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഈ നേരത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ എല്ലാവരും എപ്പോഴും കാണിക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാവരെയും ഷൂട്ട് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന ജോലികൾ എന്താണെന്നും ടൈമിംഗ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ മക്കൾ ട്യൂഷന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീ ടൈം എടുക്കുന്ന സമയമാണ്. 9 മുതൽ 9:30 വരെ ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കും. കുറച്ച് നേരം എനിക്കൊരു ഫ്രീ ടൈം. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സമയം 9:30 മണിയായി. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നേരം അവിടെ വെറുതെ ഇരിക്കാം. പക്ഷേ ഞാൻ ഇരിക്കാതെ ഇരുന്നതിൻ്റെ ഒരു റീസൺ, വേഗം പണികൾ കഴിഞ്ഞാൽ എനിക്ക് വേഗം ഇവിടുന്ന് പോവാം, എനിക്ക് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം വന്നത്. സാധാരണ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നമ്മുടെ പണികൾ കുറേ കൂടി വേഗം കഴിയാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടാവും. പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീടൊക്കെ അടിച്ച് വാരിടും. അതോടുകൂടി എൻ്റെ പണികളൊക്കെ വേഗം തന്നെ ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആവാറുണ്ട്. പക്ഷേ അവധി ദിവസം ഞാൻ സാധാരണ സ്ലോ ആയിട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസം ഈ ക്ലീനിങ് പാർട്ട്, അതായത് ഡെയിലി ഉള്ള അടിച്ച് വാരുടെ ക്ലീനിങ് സ്കിപ്പ് ചെയ്യും. അതിന് പകരം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റംസൊക്കെ അവധി ദിവസം ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ നാടൻ കോഴിക്കറിയും അതിൻ്റെ കൂടെ ചിക്കൻ കട്ട്ലേറ്റുമാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ നോൺ വെജിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് സാധാരണ അവധി ദിവസമാണ് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് കുറേ ചെക്ക് ചെയ്യും. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ സാറ്റർഡേ സൺഡേ അത് ട്രൈ ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് ടൈം ഉണ്ടല്ലോ അവധി ദിവസം. ക്ലാസ് ഉള്ള ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ കുറേ സ്പെഷ്യലിന് ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് വീഡിയോയുടെ പണികളും അല്ലാതെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെൻ്റെ മക്കൾക്ക് അറിയാം, ഞാൻ അവധി ദിവസമാണ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുക. ബാക്കി ദിവസങ്ങളൊക്കെ സിമ്പിളായിട്ടാണ് കഴിക്കുക, നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ കുറേ അധികം ചെയ്ത് എല്ലാവർക്കും ഒരു പ്രതീക്ഷയായി കഴിയുമ്പോൾ പിന്നീട് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നം, എന്താ അത് ചെയ്യാത്തതെന്ന് നമ്മളോട് നാളെ ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കമേ ഒരു ലിമിറ്റ് എല്ലാ കാര്യത്തിനും വെക്കുകയാണെങ്കിൽ ആരും നമ്മളിൽ നിന്നും അത് മുഴുവനും എക്സ്പെക്റ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുക, സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കുക, ബാക്കി ദിവസമൊക്കെ സിമ്പിളായിട്ടുള്ള ഫുഡുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളും ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാമെന്ന് അവർക്കതറിയാം. അവരത്രേ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി നമ്മൾ തന്നെ സ്വയം എടുക്കണം. അത് നമ്മൾ ആലോചിച്ച് നമ്മുടെ ടൈം അനുസരിച്ച് എടുത്തില്ലെങ്കിൽ നമ്മൾ മുഴുവൻ നേരം പണി എടുത്തുകൊണ്ടിരിക്കാനും മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ടി ഒരു ടൈം ഉണ്ടാവില്ല. ഫുൾ ടൈം പണി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു ഫ്രീ ടൈം, നമുക്ക് വേണ്ടി ഒരു ടൈമും കിട്ടണം. നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഹെൽത്തി ആയിട്ടിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പ്രോസസ്സുകളൊന്നും നല്ല നാടൻ സാധാരണ ചിക്കൻ കറിയാണ്, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാനത് വേവുന്ന നേരം കൊണ്ട് ഇവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീട്ടിൽ സാധാരണ നമ്മൾ ഗസ്റ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് അധികം ചേർത്തിട്ട് ഉണ്ടാക്കട്ടോ. ഒന്നാമത് ക്വാണ്ടിറ്റി കുറച്ച് കിട്ടും. മാത്രമല്ല ഇവർ ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും അതൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ച് പൊക്കോളും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ രണ്ടും ഒരു പ്രൊപ്പോർഷനായിട്ട് എടുക്കുക. കാരണം അത് നമ്മളപ്പോൾ ടേസ്റ്റിനാണല്ലോ കുറച്ചും കൂടി ഇത് കൊടുക്കുക. അപ്പോൾ ഞാൻ കൂടുതലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കാറുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം ബീഫ് കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഇതൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് അതൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന നേരത്ത് ഞാൻ ചിലപ്പോൾ TV കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ വീഡിയോസ് കാണുക, പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ ചിലർ ചോദിക്കും ഫ്രീ ടൈം ഒന്നുമില്ല, ഫുൾ ടൈം പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നോട്. ഞാൻ ഫ്രീ ടൈമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളും അതാണല്ലോ കൂടുതൽ ഷെയർ ചെയ്യാറുള്ളത്. ഫ്രീ ടൈം ഉണ്ടാവും. മാത്രമല്ല ഞാനിങ്ങനെ പണികൾ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുകയോ കാണുകയൊക്കെ ചെയ്യും, എനിക്ക് ബോറടി വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ മക്കൾ രണ്ടുപേരും ട്യൂഷന് പോയിരിക്കണോണ്ടാണ്, അല്ലെങ്കിൽ അവർ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കറക്റ്റ് ചെയ്ത് ഈ കുഞ്ഞു ബോൾസൊക്കെ ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മോൾഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഹാർട്ടിൻ്റെ ഷേപ്പ്, ലവിൻ്റെ ഷേപ്പ്, ഹാർട്ടിൻ്റെ ലവ് സെയിം അല്ലേ, ഓവൽ ഷേപ്പിലൊക്കെ ഇങ്ങനെ മോൾഡ് ഉണ്ട്. ആ മോൾഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരേ അളവിൽ കിട്ടും. പക്ഷേ വീട്ടിലിപ്പോൾ ഗസ്റ്റ് ഒന്നുമില്ല, നമ്മൾ മാത്രമുള്ളെങ്കിൽ ഞാൻ തന്നെ ജസ്റ്റ് കുഞ്ഞിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ്സ് എല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കോഴിമുട്ട ഉണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി മേടിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് പകരം നമുക്ക് കോൺഫ്ലവറും മൈദയും കൂടി ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് കോഴിമുട്ടയുടെ മുക്കി പൊരിക്കുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടും. അത് മുക്കി നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട്ലേറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ അധികവും വേണ്ട, കുറേ കുറവായി പോകാനും പാടില്ല. കാരണം എല്ലാ ഭാഗവും നല്ല കുക്കായിട്ട് വരണം. റസ്ക് പൊടിയും അങ്ങനത്തെ ഒക്കെ എനിക്ക് വാങ്ങുന്നതിലും എനിക്കിഷ്ടം ബ്രെഡ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് കട്ട്ലേറ്റ്സ് ഇങ്ങനെ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കുന്നത് അത്ര ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഉണ്ടാക്കിയെടുത്തിട്ട് ചൂടോടുകൂടി കഴിക്കുന്നത് എനിക്കിഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം മക്കൾ രണ്ടുപേരും 11 മണിയാകുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും അത് കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അവർ ലഞ്ച് വരെ ഒന്നും വെയിറ്റ് ചെയ്യില്ല. അപ്പോഴേക്കും അവർ രണ്ടുപേരും വന്ന് അത് മേടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. പിന്നെ എൻ്റെ പണികൾ കഴിഞ്ഞ് എനിക്ക് പിന്നെ അടുക്കളയിലോട്ട് വരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ വറുത്ത് വെക്കുകയാണ് കട്ട്ലേറ്റ്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയിലേക്ക് ചിക്കൻ ഏകദേശമൊക്കെ വെന്തെല്ലാം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ചുവന്നുള്ളി കാഴ്ചയിട്ട് ഒഴിക്കണം. അപ്പോഴാണ് ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് വരെ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യുകയാണ്. ഇവിടെ സൈഡിൽ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അത് വെന്ത് വന്നിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിൽ തന്നെയാണ് എപ്പോഴും വെക്കുക. ഒരു വിസിലടിക്കും, അത് ഞാൻ ഓഫ് ചെയ്ത് വെക്കും. പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കും. അതാണ് ചെയ്യാറ്. അപ്പോൾ ഒരുവിധം പെർഫെക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ട് ഞാനിനി അതങ്ങനെ കാച്ചി ഒഴിച്ചിട്ട് അവിടെ അങ്ങനെ വെക്കണം കുറച്ച് നേരം കേട്ടോ. ഒന്ന് മൂടി വെച്ചാൽ നല്ല സ്മെല്ലൊക്കെ വരും, നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ നേരത്തെ കേട്ടോ. അങ്ങനെ സമയം 11 മണിയായപ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു. കട്ട്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ എണ്ണത്തിൽ കുറവുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. മക്കളൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അവരൊക്കെ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞാൽ ഞാനും കുറച്ച് നേരം അവിടെ ഇരിക്കും. സമയം ഇപ്പോൾ 11 മണിയായിട്ടുള്ള, അപ്പോൾ മക്കളുടെ കൂടെ അവിടെ ഇരിക്കും. ഞങ്ങളെല്ലാവരും ഓരോ കട്ട്ലേറ്റൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നു. ഒരു അരമണിക്കൂർ സമയം ഞങ്ങളവിടെ ഇരുന്നു. അതിന് ശേഷം എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള പണിയൊന്നുമല്ല, എന്നാലും ചെയ്യാണ്ട് പറ്റില്ല, നമ്മുടെ ബാത്റൂം ക്ലീനിങ്. അപ്പോൾ ബാത്റൂം ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ദിവസവും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് ദിവസമാണ് ഫ്രീ കിട്ടുന്നത്, നമ്മൾ കുളിച്ച് ഫ്രഷ് ആണതിന് മുമ്പ് ബാത്റൂം ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ മാത്രം ഈ ഒരു കാര്യം ചെയ്യാതെ നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർ കൂടി ഇത് പഠിപ്പിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ചിലവർ അത് ചെയ്യുന്നില്ല, അവർക്ക് നേരമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കാം. അവർ യൂസ് ചെയ്യുന്ന ബാത്റൂമെങ്കിലും വൃത്തിയാക്കാൻ അവർ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളത് അവരെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ജോലി എൻ്റെ മോൾക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ എല്ലാ ഏരിയാസും പ്രോപ്പറായിട്ട് ചിലപ്പോൾ വൃത്തിയാക്കാൻ ചെറിയ കുട്ടികൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് 8-ലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അതൊക്കെ വൃത്തിയാക്കാനും ഒക്കെ അവർക്ക് പറ്റും. അപ്പോൾ സാധാരണ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്: ചുമരുമയുള്ള വോൾ ടൈലെല്ലാം തന്നെ വൃത്തിയാക്കുക, അതോടൊപ്പം തന്നെ എക്സോസ്റ്റ് ഫാനിൻ്റെ അതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അവിടെ എന്തെങ്കിലും വെൻറ്റിലേറ്റർ കാര്യങ്ങൾ വൃത്തിയാക്കുക, ടോയ്ലറ്റ് സീറ്റ് കാര്യങ്ങൾ അതൊക്കെ വൃത്തിയാക്കൽ ഡീപ്പ് ക്ലീനിങ് സമയത്താണ്. പക്ഷേ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് വലിയ കുറേ ടൈം നമ്മുടെ പോകാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഡെയിലി ബേസിൽ നമ്മുടെ ബാത്റൂം ഒന്ന് വൃത്തിയാക്കുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലോർ ക്ലീൻ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സിഫ് എന്ന് മറ്റൊരു സൊല്യൂഷൻ വാങ്ങാൻ കിട്ടും. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപയോഗിച്ച് ബാത്റൂം ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബാത്റൂം കുറേ ദിവസത്തേക്ക് നല്ല ഡ്രൈ ആയിട്ടും ആ വഴുവഴുപ്പില്ലാതെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവധി ദിവസങ്ങളിൽ ഞാൻ മാറി മാറിയാണ് എൻ്റെ ഇതുപോലെയുള്ള ബാത്റൂമുകൾ ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളത്. ഇനി ഡെയിലി ബേസിൽ നമ്മളിത് വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാത്റൂമിൻ്റെ ഫ്ലോർ നേരത്തെ കാണിച്ച സ്ക്രബിങ് ബ്രഷ് കൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. 1 മിനിറ്റ് സമയം എടുക്കുള്ളൂ. അത് കഴിഞ്ഞൊരു വൈപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ വെള്ളമൊക്കെ പോയി ഫ്ലോർ ക്ലീൻ ആയിട്ട് എടുക്കും. ഫ്ലോർ വൃത്തിയായിട്ട് വെക്കാൻ ഏറ്റവും നല്ലൊരു ഐഡിയ അതാണ്. അതുപോലെ തന്നെ വാഷ് ബേസിനും നമ്മൾ വല്ലാതെ അഴുക്കാവുമ്പോഴേക്കും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് വൃത്തിയാക്കുക. അപ്പോൾ ഈ 2 പണികളൊക്കെ ബാത്റൂമുകൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ മക്കളാണ് ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവരെ അത് പഠിപ്പിക്കുകയും ഡെയിലി ബേസിൽ അത് ശ്രദ്ധിക്കാനായിട്ട് പറയുക. അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് അത് ഈസി ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോർ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ട് 1 ആഴ്ച 1.5 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര വഴുവഴുപ്പും വൃത്തിയാക്കാനൊക്കെ നല്ല ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അത് ചെറുപ്പത്തിലേ ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ലോഡും കുറയും. ഭാവിയിൽ അവർക്ക് എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു മടിയോ അല്ലെങ്കിൽ ഒരു അറപ്പോ ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം ഇതൊക്കെ നമ്മൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതേ നമ്മുടെ ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കി, ബക്കറ്റും കൂടി ഞാൻ വാഷ് ചെയ്തെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ള ടൈലായതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാൻ നല്ല രസമാട്ടോ, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി നമ്മളിതൊന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അതേ നമ്മുടെ പണികളൊക്കെ ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ സമയം എടുത്തു കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായി
സമയം ഇപ്പോൾ ഇനി എന്തായാലും ഒരു അരമണിക്കൂർ എനിക്ക് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെറുതെ അവിടെ ഇരുന്നു. പക്ഷേ ഫോൺ നോക്കിയൊക്കെ ഇരിക്കും കേട്ടോ. ഫ്രീ ടൈം മിക്കവാറും അതൊക്കെ തന്നെയായിരിക്കും പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയം. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിനൊപ്പം തന്നെ ടി വിയിൽ എന്തെങ്കിലും സിനിമ വയ്ക്കുമ്പോൾ സിനിമ കണ്ടിരിക്കും. അപ്പോൾ സിനിമ കണ്ട് മടുക്കുകയാണെങ്കിൽ നിർത്തും. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാടാണെങ്കിൽ ചിലപ്പോൾ 3 മണി 4 മണി വരെയൊക്കെ സിനിമ ഫുള്ള് കണ്ടു തീർക്കായിരിക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കുന്ന നേരമായി. അപ്പോൾ നമ്മൾ ചായയും പഴംപൊരി ചേട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരിയും ഒരു കട്ടൻ ചായയും കൂടിയിട്ടൊക്കെ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അതേ അവർ മുറ്റത്ത് കളിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ സാധാരണ ചിലപ്പോൾ തോട്ടത്തിലൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് അവിടെയൊക്കെ നടക്കുന്നൊരു ടൈമാണ് കേട്ടോ. അവധി ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അധികം വലിയ ജോലികൾ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ നമ്മുടെ ഒക്ടോബർ മാസത്തെ പ്ലാനർ വരച്ചൊന്നും തീർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മാസത്തെ ഈ ഒരു പണി എനിക്ക് ഈ ഒരു വീഡിയോ വളരെ ലേറ്റായിട്ട് പോയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഒട്ടും തന്നെ ഒഴിവ് കിട്ടിയില്ല അത് വരച്ചൊന്ന് തീർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഈ അവധി ദിവസം അത് മുഴുവനും വരച്ച് തീർത്ത് ഈ വീഡിയോ നമുക്ക് സെറ്റാക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാനർ വരയ്ക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഫുൾ ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കും, അതിന് ശേഷം അത് ഫുൾ പെന്നുകൊണ്ട് വരയ്ക്കും, അതിന് ശേഷമാണ് അത് ഫുൾ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ടൈം എടുക്കും. മാത്രമല്ല ഇത് വീഡിയോ എടുക്കുമ്പോൾ അത് പല ആംഗിൾസിൽ വെച്ചിട്ട് ഇത് വീഡിയോ എടുക്കുമ്പോൾ അത്രയും ടൈം എടുക്കും. കാര്യം ഇതെല്ലാവരും നമ്മുടെ പ്ലാനർ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാറില്ല, ചിലവരൊക്കെ മാത്രമേ കാണാറുള്ളൂ, ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ എന്നാലും നമ്മളത് എല്ലാ മാസവും ഒരു റുട്ടീൻ പോലെ പോസ്റ്റ് ചെയ്യും. മാത്രമല്ല നിങ്ങൾ അയച്ചു തരുന്ന പിക്ചേഴ്സും ആ വീഡിയോയിൽ ആഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണ് നിങ്ങൾ അയച്ചു തരുന്ന നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ പേരൊക്കെ വീഡിയോയിലൂടെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലാനറിൻ്റെ പരിപാടികളായിരുന്നു. പിന്നെ എനിക്ക് അന്ന് ഫുള്ളും വൈകിട്ടുണ്ടായിരുന്നത്. ഇടയിലൊക്കെ കുറച്ച് ബ്രേക്കൊക്കെ വന്നു കേട്ടോ. കാരണം ചിലപ്പോൾ മക്കളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പിന്നെ അങ്ങനെയൊക്കെ സമയമൊക്കെ പോവും. മുടക്ക് ദിവസമാണല്ലോ, അവർ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ അവരതിൻ്റെ ഇടയിലൊക്കെ വരും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും. എന്നിരുന്നാലും പിന്നെ വൈകിട്ട് മുഴുവൻ അതിൻ്റെ ജോലികളൊക്കെ ആയിരുന്നു, ആ വീഡിയോയുടെ എഡിറ്റിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.